ഇറാഖ് യുദ്ധകാലത്തെ ഇല്ലാത്ത കൂട്ടനശീകരണായുധങ്ങളുടെ കഥ ആവർത്തിക്കുകയാണ്. അധിനിവേശത്തിന് അമേരിക്ക പറഞ്ഞ ആ ന്യായം 100% കള്ളമായിരുന്നല്ലോ. ഇപ്പോൾ ഗസ കൂട്ടക്കൊലക്ക് ഇസ്രായേൽ പറയുന്ന കാരണങ്ങളും പൊള്ളയാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ കള്ളക്കഥകൾ ഇറക്കുന്ന മുറയ്ക്ക് സമൂഹമാധ്യമങ്ങളും നിരീക്ഷകരും അവ പൊളിക്കുന്നുണ്ട്. നുണ നിർമ്മാണം എന്ന വ്യവസായവും നുണ പൊളിക്കൽ വ്യവസായവും. ഒക്ടോബർ 7 ആശുപത്രികളുമാണ് പ്രധാന വിഷയങ്ങൾ. പിടികൂടിയ സ്ത്രീകളെ ഹമാസ് പീഡിപ്പിച്ചു, കുട്ടികളെ തലയറുത്ത് കൊന്നു മുതലായ കുറേ അവകാശവാദങ്ങൾ കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞു കഴിഞ്ഞു. തെളിവില്ലാതെ അവ പൊളിഞ്ഞതോടെ ഇസ്രായേൽ തന്നെ അതൊന്നും പറയാതായി. യുദ്ധത്തിന് പറഞ്ഞ മറ്റൊരു ന്യായം ഹമാസ് സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്തു എന്നതാണ്. പ്രമുഖ മാധ്യമങ്ങൾ പോലും ഇത് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ് മുതൽ ഇസ്രായേലി സൈന്യം വരെ പുറത്തുവിട്ട കണക്കിൽ ഹമാസിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കൂടുതലും ഇസ്രായേലി പട്ടാളക്കാരാണ്. 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞടക്കം കൊല്ലപ്പെട്ടത് ഇസ്രായേലിൻ്റെ തന്നെ വെടിവെപ്പിലായിരുന്നു. അപ്രതീക്ഷിതമായ ഹമാസ് ആക്രമണത്തിൽ പരിഭ്രാന്തരായ ഇസ്രായേലികൾ സ്വന്തം താവളത്തിലേക്ക് ആക്രമണം അഴിച്ചുവിട്ടു. ഇതിനവർക്ക് നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞ പോലെ ഹാനിബൽ പ്രമാണം എന്ന സൈനിക നയം ആധാരമായുണ്ടായിരുന്നു. ജേർണലിസ്റ്റ് റിച്ചർഡ് മിഡ്ഹേസ്റ്റ് കണക്ക് കാണിച്ച് സമർത്ഥിക്കുന്നു, സിവിലിയന്മാരല്ല പട്ടാളക്കാരാണ് കൂടുതലും കൊല്ലപ്പെട്ടത് എന്ന്. Israel published a list of 1,400 casualties killed on October 7th, and it turns out most of them are soldiers. Their ranks are listed right alongside their names: corporal, sergeant major, captain, lieutenant colonel. I mean, this changes everything, because we were told that most people killed on October 7th were civilians. Well, this clearly disproves that. 1400 പേരെ ഹമാസ് കൊന്നു എന്നായിരുന്നു പ്രചാരണം. തെറ്റായിരുന്നു അത്. Where they've trapped 2 million Palestinians, how quaint. And then came other lies, 40 babies, 40 beheaded babies, 40 babies in microwaves, Alibaba and the 40 babies. One of the biggest lies they told was that Hamas were executing hostages. അന്ന് സംഭവങ്ങളിൽ ഉൾപ്പെട്ട ദൃക്സാക്ഷിയും അനുഭവസ്ഥയുമായ യാസ്മിൻ പൊറാത്ത് എന്ന ഇസ്രായേലി വനിത ഇസ്രായേലി റേഡിയോയിൽ ഇത് വെളിപ്പെടുത്തിയതും ആ അഭിമുഖം റേഡിയോ പിന്നീട് നീക്കം ചെയ്തതും നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞു. ഹമാസ് കടന്നാക്രമിച്ച സ്ഥലം പോലും ഇസ്രായേലിൻ്റേതല്ല. ഇസ്രായേലികൾ അനധികൃതമായി കയ്യേറിയ ഫലസ്തീൻ്റെ സ്ഥലമാണത്. Who were actually there and held captive during the firefight said that other Israeli hostages were not killed by Hamas, they were killed by Israeli forces who were even firing tank shells into bloody apartments. הטרוריסטים ירו בהם? לא. הם נהרגו מהחילופי ירי, תבין שהיה חילופי ירי מאוד מאוד קשים. זאת אומרת, יכול להיות שזה כוחותינו ירו בהם? כשניסו לפסל את החוטפים, את החמאס? הם חיסלו את כולם, כולל בני ערובה. כי היה שם חילופי ירי מאוד מאוד קשים. ഹമാസ് ആക്രമിച്ചത് ഇസ്രായേൽ എന്ന കൊളോണിയൽ രാജ്യത്തിൻ്റെ പട്ടാളക്കാരെ. ഇസ്രായേൽ തിരിച്ചാക്രമിച്ച് കൊല്ലുന്നത് ഫലസ്തീൻ സിവിലിയന്മാരെ. Hamas are fighting Israeli soldiers and Israel are fighting Palestinian civilians every single time. മുൻപ് അമേരിക്ക എന്ന പോലെ ഇപ്പോൾ ഇസ്രായേലും കള്ളം പറയുന്നു. മാധ്യമങ്ങൾ അത് അപ്പടി പ്രചരിപ്പിക്കുന്നു. ഇഫ് അമേരിക്കൻസ് നിയോ എന്ന വെബ്സൈറ്റിൽ ജോണതൻ കുക്ക് ചൂണ്ടിക്കാട്ടുന്നു, ഇസ്രായേലികളെ ഇസ്രായേലി പട്ടാളം കൊന്നു എന്ന് മാത്രമല്ല, ഹമാസുകാർ കത്തിച്ചതെന്ന് പറഞ്ഞ് അവർ കാട്ടിയ ഇസ്രായേലികളുടെ മൃതദേഹങ്ങളും ഇസ്രായേലി ഷെല്ലിങ്ങിൽ കത്തിക്കരിഞ്ഞതാണ്. ഇസ്രായേലി അവകാശവാദങ്ങൾ പരിശോധിക്കുന്ന ഫാക്ട് ചെക്കർമാർ ഏറെയുണ്ട്. അവരിൽപ്പെട്ടതാണ് പ്രോപ്പഗാൻഡ ആൻഡ് കോ. കരിഞ്ഞ മൃതദേഹങ്ങളെപ്പറ്റി ഇസ്രായേൽ സേന പറഞ്ഞത് ഇങ്ങനെ: എല്ലാം ഹമാസ് ചെയ്തത് എന്ന്. Have you seen this video? Inside we found 8 babies burned in this corner. An Israeli soldier conducts an interview in front of a destroyed home of a kibbutz. He says Hamas fighters burned babies and then beheaded them, but this is all a lie, and I'm going to prove it to you using Israeli media. Yes, that is right, Israeli media. Someone come and kills them all. 15 girls and teenagers that put in the same room, 300 grenades, and this over. This is a massacre. Now the Israelis want you to believe that Hamas fighters did this, but we know that they were only armed with machine guns and small grenade launchers. That doesn't cause this level of damage. ഹമാസിന്റെ ഗ്രനേഡ് കൊണ്ട് ഇത്തരം തീപിടുത്തം ഉണ്ടാകില്ല. ഇസ്രായേലികളാണ് അത് ചെയ്തത്. ഇസ്രായേലി പട്ടാളക്കാർ പറഞ്ഞതായി ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
They interviewed the IDF soldiers who responded to the Hamas attack, and they learned something shocking. The IDF was struggling to handle the Hamas fighters. Tuval Escapa, or however you pronounce his name, a member of the security team for Kibbutz Be'eri, set up a hotline to coordinate between kibbutz residents and the Israeli army. He told the Israeli newspaper Haaretz that as desperation began to set in, the commanders in the field made difficult decisions, including shelling houses on their occupants in order to eliminate the terrorists along with the hostages. It was terrible. At least 112 residents were killed, according to the paper. Others were kidnapped. Now, much of the shelling in Be'eri was carried out by Israeli tank crews, as a reporter for the Israeli Foreign Ministry-sponsored outlet I-24 noted during a visit to Be'eri. മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്യാത്ത വസ്തുതാ പരിശോധനകൾ സ്വതന്ത്ര മാധ്യമങ്ങളും ഫ്രീലാൻസ് ജേർണലിസ്റ്റുകളും ചെയ്യുന്നത് കൊണ്ടാണ് ഇസ്രായേലിൻ്റെ അസത്യങ്ങൾ ഇങ്ങനെ പൊളിയുന്നത്. സ്വതന്ത്ര ഇൻ്റർനെറ്റ് മാധ്യമങ്ങളുടെ ഈ മുന്നേറ്റം അപ്രതീക്ഷിതവും കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നതുമാണ്. ഇസ്രായേലി സൈനികർ ഹെലികോപ്റ്ററിൽ നിന്ന് താഴെ സ്വന്തം ആളുകളിലേക്ക് ഷെൽ ഉതിർക്കുന്ന വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഹമാസിനെ തുരത്തുന്ന രംഗം എന്ന മട്ടിലാണ് ഇസ്രായേലി സേന ഈ വീഡിയോ പുറത്തുവിട്ടത്. എന്നാൽ ഇസ്രായേലികളെ അടക്കം ലക്ഷ്യമിട്ടാണ് ഷെല്ലിംഗ് എന്ന് പിന്നീട് വ്യക്തമായി. വാസ്തവത്തിൽ ഹമാസ് കുട്ടികളെ കൊന്നു, സിവിലിയന്മാരെ കൂട്ടക്കൊല ചെയ്തു, ബന്ദികളെ പീഡിപ്പിച്ചു, കുഞ്ഞുങ്ങളെ ചുട്ടുകരിച്ചു തുടങ്ങിയ കഥകൾ പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ ലോകാഭിപ്രായം തങ്ങൾക്ക് അനുകൂലമാക്കിയത്. ഇതത്രയും കള്ളമായിരുന്നു, പഴയ കൂട്ടനശീകരണായുധം പോലെ. ഈ നുണകൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ തന്നെ ഇസ്രായേലിനോട് അവിശ്വാസമുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. മുൻപ് ഇസ്രായേലി ഭാഷ്യം അതേപടി പകർത്തിയിരുന്ന ചിലർ ഇപ്പോൾ ഇത് ഇസ്രായേൽ പറഞ്ഞതാണ് എന്ന് അവിശ്വാസത്തോടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എല്ലാവരുമല്ല, ചിലർ. ഗസയിലെ ആശുപത്രിയിൽ യുദ്ധക്കോപ്പുകൾ കണ്ടതിൻ്റെ വീഡിയോയുമായി ഇസ്രായേലി കമാൻഡർ രംഗത്ത് വന്നപ്പോൾ ജെറൂസലം പോസ്റ്റ് അത് വിശ്വസിച്ചു. പട്ടാളം ആശുപത്രിയിൽ എല്ലാം കണ്ടെത്തി എന്ന് തന്നെ പത്രം പറഞ്ഞു. റൺതീസി ഹോസ്പിറ്റലിന് പിന്നാലെ അൽഷിഫയിലും. എന്നാൽ ഹാരറ്റ്സ് എന്ന ഇസ്രായേലി പത്രം യുദ്ധക്കോപ്പ് കണ്ടതായി സൈന്യം പറഞ്ഞതാണെന്ന് ചൂണ്ടിക്കാട്ടി അകലം പാലിച്ചു. ന്യൂയോർക്ക് ടൈംസ് ആകട്ടെ സൈന്യത്തിൻ്റെ അവകാശവാദം കാര്യമായി ചേർത്തതേയില്ല. കാരണം ഇതിനകം അവർ മനസ്സിലാക്കിയിരിക്കുന്നു കേൾക്കുന്നതെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. വാഷിംഗ്ടൺ പോസ്റ്റും സൈന്യം പറഞ്ഞ കഥയ്ക്ക് പ്രാധാന്യം നൽകിയില്ല. വാൾ സ്ട്രീറ്റ് ജേണൽ ഇസ്രായേൽ പറഞ്ഞതാണത് എന്ന് എടുത്തുകാട്ടി. ഈ അവിശ്വാസത്തിൽ കാര്യമുണ്ട് താനും. ആശുപത്രികളിൽ നിന്ന് സൈനിക പ്രവർത്തനത്തിൻ്റെ തെളിവ് കിട്ടിയെന്ന് അവകാശപ്പെടുന്ന ഇസ്രായേലി വീഡിയോ മണിക്കൂറുകൾക്കുള്ളിലാണ് ഫാക്ട് ചെക്കർമാർ പൊളിച്ചടുക്കിയത്. റൺതീസി ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ തൂക്കിയിട്ടുള്ള പട്ടിക ഇതാ. അറബിയിൽ തിങ്കൾ, ചൊവ്വ തുടങ്ങി ദിവസങ്ങളുടെ പേരുള്ള കലണ്ടർ കാട്ടി ഇതെല്ലാം ഭീകരരുടെയും ബന്ദികളുടെയും പേര് എന്ന്. We are in an operation. The operation against Israel started in the 7th of October. This is a Guardian list. റൺതീസി ഹോസ്പിറ്റലിൽ കണ്ടെത്തിയെന്ന് പറയുന്ന യുദ്ധക്കോപ്പുകൾ, അതിനെക്കുറിച്ച് ഫാക്ട് ചെക്കറുടെ നിരീക്ഷണക്കുറിപ്പുകൾ ഇംഗ്ലീഷിൽ. മോട്ടോർ സൈക്കിളും ബേബി ബോട്ടിലുമെല്ലാം വലിയ കണ്ടെത്തലായിട്ടാണ് പട്ടാളക്കാരൻ പറയുന്നത്. Now I want to show you an operational tunnel. The tunnel is let down more than 20 meters down. The rowboat found a door that is bulletproof. It's explosives proof. We are now in the area of the basement of the hospital. Hamas is using hospitals like we showed the evidence in Shifa Hospital. These are explosives. These are vests with explosives. This is Hamas. We are now in the basement, and in this basement we found a motorcycle. They even have bullets. We find the chair, a woman, clothes, and a rope. A rope next to the legs. Look above this. Look above it. It's a baby bottle. It's a baby bottle in a basement. Above, a World Health Organization sign. പരിഹാസ്യമായ തെറ്റുകൾ, ക്ലോസപ്പിൽ പൊളിയുന്ന കള്ളങ്ങൾ, എഡിറ്റിംഗ് ഒന്നുമില്ലാത്ത ഒറ്റ ഷോട്ട് വീഡിയോ എന്ന് പറഞ്ഞ് ഇറക്കിയ ഇതിൽ ചേർച്ചയില്ലായ്മകൾ ചിലർ ചൂണ്ടിക്കാട്ടി. തീയതി തെറ്റിയ ബന്ദി കണക്കും അമേരിക്കയിൽ കൃഷി ചെയ്ത ഈത്തപ്പഴവുമെല്ലാം വെളിപ്പെട്ടു. അതോടെ അവരത് നീക്കം ചെയ്തു. പുതിയ എഡിറ്റ് ചെയ്ത വീഡിയോ ഇറക്കി. We are going to do a one-shot video. One shot
no editing of all of the evidence that we have found just now in this building of the Shifa, which they thought would be a good place to store inside a hospital. To store inside a hospital. എഡിറ്റ് ചെയ്തെടുത്ത ദൃശ്യം പെട്ടെന്ന് മുറിഞ്ഞത് കാണാം. ഇതിൽ ആയുധങ്ങൾ ഇങ്ങനെ വെടിപ്പോടെ നിരത്തിയത് ഇസ്രായേലി പട്ടാളക്കാർ തന്നെയാവില്ലേ എന്ന ചോദ്യമുണ്ട്. അതിൽ കാണിച്ച സീഡികൾ അതിലെ ലാപ്ടോപ്പുമായി ചേരാത്തവയാണ്. ആയുധങ്ങളിൽ ചിലത് നാറ്റോ നിർമ്മിച്ചത് ഇസ്രായേലിന് മാത്രം കിട്ടുന്നത്. Analyze is a laptop. We found it in the MRI room. This is how the laptop looks. I don't know who it belonged to, but now it is being analyzed by our intel people. This is Israeli private Megidish, who was taken hostage by Hamas. She is home with her family because we were able to rescue her. But this picture was found on this computer. വസ്തുതാ പരിശോധകർ കണ്ടെത്തിയത് മുഴുവൻ ശരിയാണെങ്കിൽ ഇത്ര ചെറിയ വീഡിയോയിൽ ഇത്രയേറെ പൊരുത്തക്കേടുകൾ കുത്തി നിറയ്ക്കാൻ കഴിഞ്ഞവരെ സമ്മതിക്കണം. ഏതായാലും തുരങ്കം കാണിച്ച ഇസ്രായേലി സൈന്യം തന്നെ ഇപ്പോൾ കഥ മാറ്റി. ടണലുകൾ ഹമാസ് കോൺക്രീറ്റ് കൊണ്ട് അടച്ചിരുന്നത്രേ. Complex. What we know is that the tunnel shafts or the basement shafts inside the hospital have been blocked with concrete by Hamas, and thus the army has brought, in addition of tanks to guard the area, has brought bulldozers in order to try and open those shafts and try to reach the basement and possibly the interlacing of underground tunnels underneath the hospital. അതും വിശ്വസിക്കാമെന്ന് വയ്ക്കാം. പക്ഷേ പൊതുവെ ഇസ്രായേലിനെ കണ്ണടച്ച് വിശ്വസിച്ചു വന്നിരുന്ന BBC പറയുന്നു ഇസ്രായേൽ പറയുന്നതിനൊന്നും തെളിവില്ല എന്ന്. Really what we haven't seen at this point is anything like the claims from the Israeli military that this is used as a sort of sophisticated command and control center by Hamas. We've been told previously there is a vast underground network of tunnels. There was a 3D model that the Israeli military put out to that effect. And it says its search there is ongoing. മറ്റൊരു വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് ഇസ്രായേലി സൈന്യം ആയുധങ്ങൾ രഹസ്യമായി കടത്തുന്നത് എന്ന് പറഞ്ഞ് ഹമാസ് പുറത്തുവിട്ടത്. ആയുധങ്ങൾ പൊതിഞ്ഞ ബ്ലാങ്കറ്റുകൾ ഇസ്രായേലിൻ്റെതാണ്. Now we'll see the image. This is the image of the boxes which they were carrying inside the hospital. And this was what on the box. So the enemy is carrying the weapons it gathers from the ground and from the battlefield and maybe from elsewhere, and then they put them in this room and in other rooms to allege that these weapons were present in the hospital. And then they go and show weapons which are hidden in these locations. These are the blankets which the enemy army uses. These blankets. വിശദമായ ആ 3 മിനിറ്റ് വീഡിയോയിലെ ഒരു ഭാഗം മാത്രമാണ് ഇത്. ചുരുക്കത്തിൽ ഇപ്പോൾ നടക്കുന്നത് ഫലസ്തീനിലെ ഇസ്രായേലി നരനായാട്ട് മാത്രമല്ല, വാർത്താ ലോകത്ത് അവരുടെ പ്രചാരണ യുദ്ധം കൂടിയാണ്. ഒപ്പം അവയ്ക്കെതിരെ വസ്തുതാ പരിശോധകരുടെ ചെറുത്തുനിൽപ്പും.